വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾ തന്നെ തന്നെ ഒരു ടോപ്പിക്കാണ്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ ഇട്ട സമയത്ത് ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു 20 minutes ഒക്കെ ഉള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അതിൻ്റെ ഇച്ചിരി ടൈമിംഗ് കുറയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു 12 minutes ഒക്കെ ആക്കി. അപ്പോഴും പറഞ്ഞു ഇനി ഇച്ചിരി കൂടെ കുറയ്ക്ക്, പിന്നെ 8 minutes ആക്കി. അപ്പോൾ എല്ലാവരും പറയുന്നു ടൈമിംഗ് കുറയ്ക്കുക, എന്നാലേ ആൾക്കാർക്ക് കാണത്തുള്ളൂ, ഇപ്പോൾ ആൾക്കാർക്കൊന്നും അത്ര ക്ഷമയില്ല എന്ന് പറഞ്ഞു. സോ ഇതെന്താണ് സംഭവം? നമ്മളുടെ അറ്റൻഷൻ ഇങ്ങനെ ചുരുങ്ങി അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്ന കാര്യം ഇത്ര ചുരുങ്ങി ഒട്ടും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക്, അതായത് ഒരു 10 സെക്കൻഡിന് മേലൊരു ഷോർട്സ് പോലും കാണാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരും നമ്മുടെ വാട്സപ്പിൽ വോയിസ് കിട്ടുന്ന സമയത്ത് അതിന് 2x കേൾക്കുന്ന ആൾക്കാരാണ്. കാരണം അപ്പോൾ ഒരു ക്ഷമയില്ല, അങ്ങനെ സമയം എടുത്തൊരു കാര്യം കേൾക്കാനോ ഒരാൾ പറയുന്ന കേൾക്കാനോ ഉള്ളൊരു ക്ഷമയില്ല. സോ ഇതെന്താണ് സംഭവം? ഇതൊരു ഒറ്റ നിമിഷം കൊണ്ടുണ്ടായ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയിട്ടുണ്ടായ ഒരു സംഭവമാണോ? അല്ല. നമ്മൾ കൊച്ചിലേക്ക് നമുക്ക് തന്നെ അറിയാം എത്രയോ ക്ഷമയോടെയാണ് നമ്മൾ എല്ലാവരും ഒരു ബുക്കൊക്കെ ഇരുന്ന് വായിച്ചതും. അതിപ്പോൾ മിഡിൽ ഏജിലുള്ള നമ്മുടെ അമ്മമാർ അച്ഛന്മാരൊക്കെ ആണെങ്കിലും അവർക്ക് ഈ നോവൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര സമയം എടുത്തിരുന്ന് വായിച്ചിരുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്കും ഇപ്പം ഇഷ്ടം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകാനാണ്. യൂട്യൂബ് ലോങ് വീഡിയോസ് അങ്ങനെ കാണുന്ന ആൾക്കാർ വളരെ കുറവാണല്ലേ. ശരിക്കും ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് നമ്മളെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിച്ച് ഈ ഒരു അവസ്ഥയാക്കിയത്. അറ്റൻഷൻ സ്പാൻ ഒട്ടും ഇല്ലാതെ ക്ഷമയില്ലാത്ത ആൾക്കാരെ ആക്കിയത്. ഇവരെന്തിനായിരിക്കും ഇതിങ്ങനെ ചെയ്യുന്നത്? ആൻഡ് ഓൾസോ ഇത് വരുന്നത് കൊണ്ട് നമുക്ക് എന്താണ് പ്രശ്നം വരുന്നത്? ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ഒരു പ്രോസസ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ഇഫ് യു ഗൈസ് ആർ ഓൾസോ ഹാവിംഗ് ദ സെയിം പ്രോബ്ലം, വാച്ച് ദിസ് വീഡിയോ ടിൽ ദ എൻഡ് ആൻഡ് ലെറ്റ് മീ നോ ഇത് യൂസ്ഫുൾ ആയോ ഇല്ല എന്നുള്ളത്. ഓക്കെ, എന്നാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടന്റ് കാണുമ്പോഴേക്കും നമ്മുടെ ബ്രെയിനിന്റെയും ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള കെമിക്കലായ ഡോപ്പമിൻ റിലീസ് ചെയ്യും. അപ്പോൾ ഈ 50 seconds റീൽസ് ആകുമ്പോൾ ഓരോ 50 seconds നിങ്ങൾക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 10 minute വീഡിയോയിൽ ആ ഒരു ടൈമിൽ കിട്ടുന്നതായിരിക്കും. ഷോർട്സ് കാണുമ്പോൾ ഒരു 50 seconds കിട്ടുന്നതായിരിക്കും നമുക്ക് ഇഷ്ടം. പെട്ടെന്ന് 50 seconds കിട്ടുന്നതായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷോർട്സ് എല്ലാം കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടതും. ഈ ടിക്ടോക്സ് ആയാലും യൂട്യൂബ് ഷോർട്സ് ആയാലും പിന്നെ റീൽസ് ആയാലും അവർക്ക് എന്താ വേണ്ടത്? നമ്മൾ കൂടുതൽ സ്ക്രോൾ ചെയ്യുക. അപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? കൂടുതൽ ആഡ്സ് വരും. ആഡ്സ് വരുമ്പോൾ അവർക്ക് കൂടുതൽ പൈസയും കിട്ടും. സോ ദാറ്റ്സ് ദ ഗെയിം. യു ഗോട്ട് ഇറ്റ്. കണ്ടന്റ് ഈസ് ഈക്വൽ ടു മോർ സ്ക്രോളിംഗ്, ദാറ്റ് ഈക്വൽസ് മോർ ആഡ്സ് ആൻഡ് ദാറ്റ് ഈക്വൽസ് മോർ മണി. സോ ഒരു ലോങ്ങർ വീഡിയോ കാണുന്നതെന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറും. ഡീപ്പ് കോൺവെർസേഷൻസ് കുറേ എഫേർട്ട് എടുക്കണം. ഒരാളെ കേട്ടിരിക്കുക അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടില്ല. അത് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ്. ആർക്കും കേട്ടിരിക്കാനായിട്ട് വയ്യ. അത് ഭയങ്കര ഒരു എഫേർട്ട് ഇടേണ്ട ഒരു സാധനമാണ്. ഇത് ബെയർ മിനിമത്തിൽ നിന്ന് അത് ഭയങ്കര ഒരു എഫേർട്ട് ഇടുന്ന കാര്യമായിട്ട് മാറിയിരിക്കുന്നു. ആൻഡ് റീഡിങ് എ ബുക്ക് ഇമ്പോസിബിൾ ലെവൽ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കുകയാണ്. സോ ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇവരുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജിയിൽ നമ്മൾ ഇരകളാവുന്നത് കൊണ്ടാണ്. തോന്നുമായിരിക്കും എനിക്കൊരു 2 hour വീഡിയോയിൽ കിട്ടുന്ന കണ്ടന്റ് സെയിം 50 സെക്കൻഡിൽ കിട്ടുവാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അത് കാണണം, എനിക്കതാണ് ഇഷ്ടം എന്ന് വിചാരിക്കുമായിരിക്കും. പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, നിങ്ങൾക്ക് യു വിൽ ലൂസ് ഫോക്കസ് ഓൺ ഈവൻ ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പഠിക്കുന്ന കാര്യമാണെങ്കിലും ഒരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുവാണെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് അതിൽ ഒരിക്കലും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളൊരു ഒരു 5 minutes വായിച്ചിട്ട് നിങ്ങൾക്ക് തോന്നും ഒന്ന് ഫോൺ എടുത്ത് നോക്കിയേക്കാം, എന്തൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ആ പോക്ക് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരത്തുള്ളൂ അല്ലേ. സോ ഈ ഒരു ഫോക്കസ് ഇല്ലായ്മ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ല, ഫോക്കസ് ഇല്ല എന്നിട്ടാണെന്നൊക്കെ. പക്ഷേ നമ്മുടെ ബ്രെയിനെ അങ്ങനെ ട്രെയിൻ ചെയ്യിച്ചിട്ടാണ്. അപ്പോൾ തിരിച്ച് ട്രെയിൻ ചെയ്യിച്ചാൽ നമ്മുടെ ബ്രെയിൻ പറയുന്നത് കേൾക്കത്തില്ലേ? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? വിൽ ലൂസ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് ക്രിയേറ്റിവിറ്റി. നമ്മൾ എൻലെസ് ആയിട്ട് കണ്ടന്റ് കണ്ട് വരുമ്പോൾ നമ്മൾ വേറെ ആൾക്കാർ ചെയ്യുന്നതാണ് കാണുന്നത്. നമ്മൾ ഈ 50 സെക്കൻഡ് ഒരു കാര്യം കാണുമ്പോൾ ഒരിക്കലും നമ്മുടെ ബ്രെയിൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെ ഒരു ക്രിയേറ്റീവ് രീതിയിൽ എടുക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുന്നില്ല. 50 seconds ഒരു കാര്യം കാണുന്നു, നെക്സ്റ്റ് കണ്ടന്റ് കാണുന്നു. സോ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒരിക്കലും അവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മളിങ്ങനെ എൻലെസ് ആയിട്ട് എന്തൊക്കെയോ കാണുന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മളിങ്ങനെ കുറേ റീൽസ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ചിട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം എന്തൊക്കെ റീൽസാണ് കണ്ടിരുന്നത്. അതിൽ പകുതി മുക്കാൽ നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല. കാരണം നമ്മൾ എന്തൊക്കെയോ കാണുന്നു, അത്രേ ഉള്ളൂ. സോ ഇവിടെ എന്താണ് പ്രശ്നം പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഒരു മസിൽ പോലെയാണ്. അപ്പം നമ്മൾ അതിന് ഒരു എക്സസൈസ് ഒന്നും കൊടുക്കാതെ അവിടെ വെക്കുവാണെങ്കിൽ അത് വീക്കായി കൊണ്ടുവയ്ക്കും. സോ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി കാര്യങ്ങളെല്ലാം അതോടെ നശിക്കും. വേറെ ആൾക്കാർ എന്തൊക്കെയോ ചെയ്യുന്നത് കാണുന്നു, അവരുടെ സക്സസ് നമ്മൾ കാണുന്നു. പക്ഷെ നമുക്ക് അവരെ പോലെ ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? അത് കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കും. നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ കൊല്ലുന്നു. റൈറ്റ്? പ്രശ്നം എന്താ? യു വിൽ ബിക്കം മോർ ഇമ്പൾസീവ് ആൻഡ് ഈസിലി ഡിസ്ട്രാക്റ്റഡ്. അതായത് നമ്മൾ ഇതിനകത്ത് ഈ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ വണ്ടിയെക്കുറിച്ചൊക്കെ. അപ്പം ആ ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ് നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിയൽ ലൈഫിൽ നിങ്ങൾക്കൊരു ഗോളുണ്ട്. ഇപ്പോൾ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഗോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതൊന്നും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു 15 സെക്കൻഡ് കൊണ്ടോ ഒരു ഡേ കൊണ്ടോ കിട്ടുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ ആ ഒരു 1 day കഴിയുമ്പോഴേക്കും റിസൾട്ട് ഒന്നും കാണാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മടുക്കും, ബോറിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ ഇത് അൺറിയൽ ആണ്, ഇങ്ങനെ ഒരു സക്സസ് ഇല്ല എന്നൊരു മൈൻഡ് സെറ്റിലേക്ക് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക് വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ 10 pages ഒരു 5 pages കഴിയുമ്പോൾ നിങ്ങൾക്ക് മടുക്കും. കാരണം അത് അപ്പോൾ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു റിവാർഡ് നിങ്ങൾക്ക് തരുന്നില്ല. സോ ആ സമയത്ത് എന്താ പറ്റുന്നത്? നമ്മൾക്ക് ഒരു റിയൽ ലൈഫിലെ ഗോൾസ് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ബ്രെയിനിന്റെ മൊത്തത്തിലുള്ള ആക്ടിവിറ്റിയെ തന്നെ ഈ ഒരു ഷോർട്ട് സ്പാൻ ബാധിക്കും. ഡീപ്പ് തിങ്കിങ് ഇല്ല, ക്രിയേറ്റിവിറ്റി ഇല്ല. സയന്റിസ്റ്റ് ഒക്കെ എത്ര നേരം ഇരുന്നിട്ട് ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചാണ് പുതിയ തിയറീസ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വളരുന്നില്ല. ആൻഡ് ഓൾസോ ഡീപ്പ് കോൺവെർസേഷൻസ്, ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പാർട്ട്ണർ ആയിട്ടുള്ള ഡീപ്പ് കോൺവെർസേഷൻ ആരും റെഡിയല്ല. നമ്മുടെ ഫ്രണ്ട്സിനോട് നീ ഓക്കെ അല്ലേ ലൈഫിൽ, നീ ഹാപ്പി അല്ലേ എന്ന് ചോദിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറ, ഐ വിൽ ബി ദേർ ഫോർ യു എന്ന് പറയാനായിട്ട് ഇവിടെ ആർക്കും സമയമില്ല. ആർക്കും അവരുടെ പ്രശ്നങ്ങളെ കേൾക്കാൻ സമയമില്ല. അതാണ് പ്രശ്നം.
ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരു ന്യൂസ് കണ്ടു, കഴിഞ്ഞിടയ്ക്കല്ല ഇന്ന് കണ്ട ന്യൂസാണ്. മേഘ എന്നൊരു 24 വയസ്സുള്ള പെൺകുട്ടി, ആൾക്ക് ജോലി കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ബോയ് ഫ്രണ്ട് റിജക്ട് ചെയ്തു എന്നൊരൊറ്റ കാരണം കൊണ്ട്, 6 മാസമോ 1 വർഷം ഒന്ന് പരിചയമുള്ള ഒരു ബോയ് ഫ്രണ്ട് റിജക്ട് ചെയ്തു എന്നൊരു കാരണം കൊണ്ട് ആൾ ട്രെയിനിൽ തലവെച്ച് മരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മേ ബി ആ മേഘ എന്നൊരു കുട്ടിക്ക് അപ്പോൾ ഈ ആളും ട്രെയിനിലേക്കും നടന്ന് നീങ്ങുന്ന സമയത്ത് ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിക്കുകയാണ്. അതായത് അത് അവർ എന്താണോ ബോയ് ഫ്രണ്ട് പറഞ്ഞത് അത് കേട്ടിട്ട് ആൾ പോയി ആത്മഹത്യ ചെയ്യുകയാണ്. മേ ബി ചിലപ്പോൾ ഒരു ട്രൂ ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവളെ അവനെ വിളിച്ചിട്ട് എടാ ഞാൻ ഒരു ഭയങ്കര മോശപ്പെട്ട സിറ്റുവേഷനിലൂടെ കടന്ന് പോവുകയാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു വാക്ക് കൊണ്ടിട്ട് ആ ഒരു ജീവൻ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ. സോ ഇങ്ങനെയുള്ള ഡീപ്പ് കോൺവെർസേഷൻസ് ഒന്നും തന്നെ ഇപ്പം നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആരും കേൾക്കാൻ സമയമില്ല, ക്ഷമയില്ല. ഇപ്പം മനസ്സിലായി എന്താണ് ഈ ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്നുള്ളത്. ഈ പറഞ്ഞതെല്ലാമാണ് പ്രശ്നങ്ങൾ. സോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും കൊണ്ട് പ്രോസസ്സ് എങ്ങനെ അൺഡു ചെയ്യാം, എങ്ങനെ റിവേഴ്സ് ചെയ്യാനും. ഇത് ഭയങ്കര എഫേർട്ട് ഇടേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡോപ്പമിൻ ഡീടോക്സ്. വേറെ ഒന്നുമില്ല, പേരൊക്കെ അത്ര വലിയ കോംപ്ലക്സ് ആണെന്നേ ഉള്ളൂ. സംഭവം എളുപ്പമാണ്. നമ്മളുടെ സ്ക്രോളിംഗ് ടൈമിന് ഒരു ലിമിറ്റ് വയ്ക്കുക. ആ ലിമിറ്റിൽ നമ്മൾ അത്രയും സ്ക്രോൾ ചെയ്താൽ മതി എന്ന് തീരുമാനിക്കാം. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് കൂടുതൽ ലോങ് കണ്ടന്റുകൾ യൂട്യൂബിൽ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫോക്കസ് അറ്റൻഷൻ ഒക്കെ കൂടുന്ന മേ ബി ടെഡെക്സ് ടോക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇച്ചിരി ലോങ് വീഡിയോസ് കാണാനായിട്ട് ട്രൈ ചെയ്യാം. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് മൾട്ടി ടാസ്കിങ്. നിങ്ങൾക്ക് ചെയ്യാം, ഇറ്റ്സ് ഗുഡ്. പക്ഷേ ഈ ഒരു ടാസ്കിൽ നിന്ന് വേറൊരു ടാസ്കിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്ന പരിപാടി നിർത്തുക. ഒരു ടാസ്ക് ചെയ്യുവാണെങ്കിൽ അതിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിനുശേഷം അടുത്ത ടാസ്കിലേക്ക് പോകാം. ഓക്കെ, സോ ഇങ്ങനത്തെ സ്റ്റെപ്സ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് കുറേയൊക്കെ നമ്മുടെ അറ്റൻഷൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എന്തിനാണ് നമുക്ക് ഈ ഫോക്കസ്, അറ്റൻഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എല്ലാം? കാരണം അതുള്ളവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. എൻലെസ്ലി സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഹൂ ഈസ് ദ മാൻ ഇൻ ചാർജ്, യു ഓർ ദ ആൽഗോരിതം? അത് നിങ്ങളോട് ചോദിക്കുക, ഉത്തരം കണ്ടെത്തുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾ ഈ സമയം വരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റ്സ്, ഐ റെസ്പെക്ട് യു. കാരണം നിങ്ങൾ ഇപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാരുടെ മുമ്പിലാണ്. നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ അത്രയും അങ്ങോട്ട് പോയിട്ടില്ല. അത് നമ്മുടെ കൈവിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു പിടിക്കാം. ഓക്കെ, അവർ ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരില്ലല്ലേ. നമുക്ക് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള സൂപ്പർ പവർ ആണ് ഫോക്കസ്. Focus is your superpower, so take it back. Okay, and if this video was useful to you, like, share and subscribe, and comment, hit the bell icon, and yeah, so അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ bye bye.